ഓം നമോ ഭഗവതേ വാസുദേവായ. അക്കാലം നാരായണൻ അങ്കനാവേഷം ധരിച്ച് ഉൾക്കാമ്പിലസുരകളൊക്കെ മോഹിക്കും വണ്ണം ചിക്കനെ ചമഞ്ഞു ചെന്ന് അമൃതം വീണ്ടുകൊണ്ട് മൈക്കണ്ണിമണി തന്നെ കാൺമാനായി അപേക്ഷിച്ചാന്. മുക്കണ്ണരതു കാൺമാനാഗ്രഹിക്കേണ്ട ഭവാനിക്കാലം എനിക്കതു കാണണമെന്നാനീശൻ. എങ്കിൽ ഞാൻ കാട്ടിയിടുവനെന്നരുൾ ചെയ്തു നാഥൻ. പങ്കജനാഭൻ മറഞ്ഞിടിനോരനന്തരം ശങ്കരൻ ഗിരിജയ ഭൂതസഞ്ജയത്തോടും പങ്കജനേത്രൻ തന്നെ സ്തുതിച്ചു നിൽക്കുന്നേരം ചിത്തമോഹനകരാനന്ദമായി വിളങ്ങിനോര് ഉദ്യാനമധ്യത്തിങ്കൽ ഉത്തമ ദിവ്യസ്ഥലെ മത്തവാരണ പ്രിയഗാമിനീ മന്ദം മന്ദം മുക്തകാസപം പോണ്ട് മുക്തയായി തോന്നിടിനാള്. സർവാഭയവാങ്ക സുന്ദരിയാം ശ്രീരത്നത്തെ സർവഭൂഷണ പരിഭൂഷിതയായി ചെമ്മീ പൂഞ്ചായലഴിഞ്ഞു പൂനിരകൾ ചോരച്ചോരേ. കാഞ്ചന കുംഭം തൊഴുകൊങ്കകൾ കുലുങ്ങിത്തൻ പൂഞ്ചേല കാഞ്ച തുടർന്നിടിന തുടയിണ ചാഞ്ചല്യകരമിട ചേർന്നതിൽ ഇളൽപ്രവ ചാഞ്ചാടിക്കൊടു നടുവുലയ പന്താടുമ്പോൾ തെഞ്ചൊല്ലാൾ തന്നെ കണ്ടുണ്ടായ സംഭ്രമത്താലെ വാഞ്ചയായി തുടർന്നുടൻ പിന്നാലെ കൂടെ ചെന്നു താൻ ചാരി നിന്നാന്. അനിശനന്നേരം ഭവനനാൽ ആകൃതാംബരയായി കണ്ടനങ്ക വിവശനായി ആകന്തബലാൽ വന്നോര് ഇന്ദ്രിയസ്ഖലനത്താൽ ഭൂമിയിൽ ദ്രവിച്ചങ്ങു നിരന്നുള്ളേടം തന്നെ ഹേമവും രജതവും വിളയും കഴഞ്ഞിപോൽ. പിന്നെയും പരിഭ്രമത്തോടു ശങ്കരൻ ചെന്നും തന്നെങ്കി തന്നെ പുണർനീടിനാൻ പരവശാല് സ്വസ്ഥനായിടിന മഹാദേവൻ. പുത്രനെ കൊടുത്തെഴുന്നള്ളിനാൻ മുകുന്ദനും പുത്രന്മാരോട് ഭൂതസഞ്ജയത്തോടും ഗിരീന്ദ്രോത്തമാത്മജയോടും കൂടവേ ഗിരീശനും ബദ്ധബോധേനെ മുതിർന്നത്രിമന്ദിരം പ്രാപിച്ചീത്രിലോകേശൻ പരമാനന്ദിച്ചരുളിനാൻ. സത്യലോകത്തെ പ്രാപിച്ചിടിനാൻ വിരിഞ്ചനും നിത്യവും തെളിഞ്ഞു വാണിടിനാരമരരും പത്മിനിയോടും ധരാദേവി തന്നോടും ചേർന്ന് പത്മനാഭനും വൈകുണ്ഠാലയേ ഫണീന്ദ്രനാം എത്തമേല് അഖില ലോകങ്ങളും സൃഷ്ടിച്ചു കാത്യാരം അഴിച്ചുകൊണ്ടങ്ങനെ നിജമായ ചിത്തവും അനുസരിച്ച് ആനന്ദിപ്പിച്ചു യോഗനിദ്രയും തുടങ്ങിനാന്. ഒക്കെയും താനേയവൻ താനിതൊക്കെയും തന്നാല് ഓരോരോ ഭേദങ്ങളാല് സാനന്ദം കളിക്കുന്നോനെന്നറിഞ്ഞാലും സഖീ കീഴിലീ വണ്ണം മന്യന്തരങ്ങളാറു കഴിഞ്ഞ് ഏഴാമതിപ്പോൾ വൈവസ്വതനാമനുവല്ലോ. വിവസ്വൽപുത്രൻ വൈവസ്വതനാമനുവതി പ്രവൃദ്ധപരാക്രമൻ തനിക്കു തനയന്മാറിക്ഷാവു നവകനും ശര്യാദീദിഷ്ടൻ ദൃഷ്ടൻ ദക്ഷനാ നരിഷ്യന്തൻ നാവാകൻ വൃഷദേന്ദ്രനും കവിയാങ്കരുഷ്യനും വസുമാനേവം സുത രവനും വസുക്കൾ രുദ്രന്മാരും ആദിത്യന്മാർ വിശ്വദേവകൾ മരുത്തുക്കളും
മൃവുക്കളും അശ്വിനി ദേവകളും എന്നീവർ അമരകൾ ഇന്ദ്രനായതും പുരന്തരനും ധരണീന്ദ്രകശ്യപൻ പുനരത്രി വസിഷ്ഠൻ വിശ്വാമിത്രൻ ഗൗതമൻ ജമദഗ്നി ഭരദ്വജനുമിവർ ചേതസാധരിക്ക സപ്തർഷികളാകുന്നതും അവിടെ ഭഗവാൻ കശ്യപനും തനയനായി അതിഥി തന്നിൽ നിന്നങ്ങ് അവതാരം ചെയ്താൻ വിഷ്ണുവെന്നോരു നാമത്തോടുടൻ ത്രൈലോക്യത്തെയും ജിഷ്ണുവിനായി കൊണ്ടഴകോടുതാൻ സാധിപ്പിപ്പാന് ഇങ്ങനെ കഴിഞ്ഞേഴും മനുവിൻ കാലം മുകുരുങ്ങു കേളെട്ടാമതും വിവസ്വൽപുത്രനല്ലോ സാവർണി നിർമോകനും വിരജസ്തനും മുതലാവതു പുത്രൻ ഇന്ദ്രൻ താനല്ലോ മഹാബലി സന്തതം സുധാപ്രഭന്മാർ വീരജന്മാരത സുതപസ്സുകളും ദേവകളായതും നിത്യം ഗാലവൻ ദീപ്തിമാനും പരശുരാമൻ താനും മേലേതങ്ങശ്വതാത്മാവാ കൃപരും ഋഷുശൃംഗൻ ശ്രീവേദവ്യാസനിവർ സപ്തമാമുനികൾ പോലെ കേവലം ദേവഗുഹ്യൻ തന്നെ സരസ്വതി ദേവിയാ പ്രിയയിങ്കലന്നും ശ്രീഗോവിന്ദൻ താനും സാർവഭൗമാക്കിയോട് വന്നവതരിച്ചുടൻ ത്രൈലോക്യം പുരന്തരൻ തങ്കൽ നിന്നുടൻ മഹാബലിക്കു പരിചോടു വാങ്ങിത്താനാക്കിയിടുന്നു കേവലം പിന്നെ വരുണാത്മജനാകും ദക്ഷസാവർണമീ മനു ഭൂതഹേതുവും പിന്നെ ദീപ്തഹേതുവും അവൻ പുത്രരാകുന്നു മരിചികർ ദേവകളാകുന്നു തൽഭൂതനിന്ദ്രൻ ധൃതിമൽ പ്രമുഖന്മാരായിവർ സപ്തർഷികൾ സതതം അന്നു നാദനായുഷ്മാനാകുന്നവൻ പ്രിയയായി മേവും അമ്പുതാരയിൽ ഋഷവനേ എന്നു ഉയർവമ്പുകൾ തേടും അവതാരത്തെ ചെയ്തും ഭുവനത്രയനമ്പോടുൽഭവൻ തനിക്കാക്കി വിവശഭാവം തീർത്തു സപതി രക്ഷിക്കുന്നു വത്താമതല്ലോ പിന്നെ ബ്രഹ്മസാവർണീ മനു പുത്രന്മാരതുകാലം പുരുഷേണാദികളും സൂത്രവിദ്യന്മാർ മുതലായവർ അമരകളാസ്തയാ കേട്ടാലും ദേവേന്ദ്രനായതും ശംഭൂകവിഷ്മാൻ തുടങ്ങിയുള്ളവർ സപ്തർഷികൾ അവശ്യം വിശ്വശ്രീക്കിങ്കൃകത്തിങ്കൽ വിഷൂജിയിൽ ജഗൽപാലകൻ അവതരിക്കും മൂർത്തിയായി ജഗൽപാലനത്തിങ്കൽ പ്രസിദ്ധ കീർത്തിയാമോദാൽ 11-മതല്ലോ ധർമ്മസാവർണീ മനു അതുകാലത്തു സത്യധർമാതിസുതന്മാരും വിഹംഗ നിർവാണ സൗരിജികൾ മുതലായ ഉള്ളവർകളും അമരകൾ വൈതൃതനമരേന്ദ്രൻ അരുണാദികളായുള്ളവർ പോൽ സപ്തർഷികൾ അരിയ പരമാത്മാ ഭഗവാൻ നാരായണൻ